പ്രിയമുള്ളവരെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ആ കൂട്ടായ്മയിൽ നിന്ന് മനോഹരമായി ഈ കൂടിച്ചേരലിന് കാരണമായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വില്ലിട്ടൺ സോൺ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു സ്നേഹദീപം. ഈ ലഘുനാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളേവരുടെയും സഹകരണവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാടകം ഞങ്ങൾ ആരംഭിക്കുകയാണ്. സ്നേഹദീപം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു. നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. നിനക്ക് പാട്ട് പഠിക്കായിരുന്നടാ. പരാജയം. എന്താടി? ഇവന്റെ പപ്പയും മമ്മിയും കേൾക്കണ്ട. കേട്ടാ മമ്മി ഇതേ പറയൂ, പരാജയം. ഡോക്ടറാക്കാൻ ജർമ്മനിയിലേക്ക് കടത്താനിരിക്കവന്. അതെന്താ? ഡോക്ടറായാൽ പാട്ട് പറ്റൂലേ? അതല്ലടി, ഇവര് പണ്ട് വിദേശത്തല്ലായിരുന്നോ? അപ്പൊ ഇവനെ അവിടെ സ്ഥിരമാക്കാനാ. അതിന് ജോലി വേണ്ടേ? ഈ പാട്ട് പാടി നടന്ന പിന്നെ അത് മാത്രമേ കാണൂന്ന ഇവരുടെ വിചാരം. ഗൈസ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഐഡൻ ഉണ്ടല്ലോ, ഫാദർ ഡൊമിനിക്കിനെ പോലെ സെമിനാരിയിൽ ചേർന്ന് നല്ലൊരു വൈദികനായി ഐഡന്റിറ്റി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാ. ഇവനോ? അപ്പൊ പാട്ടോ? അവിടെയും പാടാലോ മോളെ. പണ്ടേ ഇവൻ അൾത്താരബാലനായിരുന്നപ്പോൾ ബൈബിള് വായിച്ച് ശരിയായില്ലാന്നും പറഞ്ഞ് കപ്പ്യാരെ ഇറക്കി വിട്ടു. പെണ്ണുങ്ങളുടെ വോയിസാന്നും പറഞ്ഞ്. നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇപ്പൊ ഇവൻ എത്ര നന്നായിട്ടാ പാടുന്നേ. എന്താ വോയിസ്? നിക്ക്, ഞാൻ പറയാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും ഒരു അച്ഛനാവുക എന്നതാണ്. ഇറ്റ്സ് ഓൾവേസ് ബീൻ. ആദ്യം അൾത്താരബാലൻ, അതായിരുന്നു എൻ്റെ സ്വപ്നം. ഇനിയൊരു നല്ല വൈദികനായി യേശുവിലേക്ക് കൂടുതൽ അടുക്കണം. പിന്നെ എൻ്റെ കർത്താവ് തന്ന ഈ സംഗീതം പിതാവിൻ്റെ പ്രാർത്ഥനകളിൽ എന്നും മുഴങ്ങിക്കേൾക്കണം. സുവിശേഷം സംഗീതം പോലെ ആക്കണം. ഉത്ഥാനം ചെയ്ത ഈശോ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തില്ലേ, അത് ഞാൻ എൻ്റെ കർമ്മം കൊണ്ട് ചെയ്യും. ഇറ്റ്സ് മൈ വേർഡ്. നല്ലത് തന്നെ. പക്ഷെ എനിക്കെന്തോ. പക്ഷെ നീ പഠിച്ച് ജോലിയൊക്കെ കിട്ടി, കുടുംബമൊക്കെ ആയി, നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച്. ഛേ, ഇവൻ ഇങ്ങനെയൊക്കെ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശോ. എന്തോ എങ്ങനെ? ഈശോ ആഹ്വാനം ചെയ്തതുപോലെ ലോകമെമ്പാടും ഞാൻ സുവിശേഷം പ്രഘോഷിക്കും. അങ്ങനെ സഭ വളരും. വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ട വ്യക്തിഗത സഭ സമൂഹങ്ങളുടെ കൂട്ടായ്മയായി പരിശുദ്ധ കത്തോലിക്ക സഭയായി മാറും. എന്തിനാണ് ചക്കരേ നീ അച്ഛൻ പട്ടത്തിന് പോണത്? എന്റെ മനസ്സിന്റെ അങ്ങേ കോണിൽ സ്വരങ്ങളായി രാഗങ്ങളായി പടർന്നാൽ പോരെ നിനക്ക്? നാട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും പറയാനിരുന്ന യൂട്യൂബിൽ നോക്കിയിരിക്കും പോലെ അല്ലടി ആൻസി? വേറെ ടൈം വേസ്റ്റ്. ഈ പപ്പ എപ്പോഴും നാട്ടിലെ ആളാണെന്ന് പറഞ്ഞ് മോള് കളിയാക്കും. ജർമ്മനിയിലാണെന്നൊക്കെ ചിലപ്പോ അങ്ങ് മറക്കുന്നേ. ദേ, പള്ളി പെരുന്നാളിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ എലിയാസേ, ഇപ്രാവശ്യം സൂസന്റെ വകയാ പള്ളി പെരുന്നാൾ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത്തവണ എല്ലാ പ്രാവശ്യത്തെക്കാളും സൂപ്പറാക്കണം. നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് പോകാനുണ്ട്. ഇടയ്ക്ക് നിൽക്കാനൊന്നും നേരമില്ല. ഡേവിഡേ, എന്നാ എന്നെ ഒന്ന് അവിടെ ഇറക്കിയരടാ. ഒരാഴ്ചക്ക് മേലെയായി അച്ഛനെ ഒന്ന് കണ്ടിട്ടു. എന്നാ അപ്പച്ചൻ ഒരു ടാക്സി വിളിച്ച് പോവേണ്ടി വരും. ടാക്സി വിളിക്കുന്നതൊക്കെ കൊള്ളാം. കുറെ കഴിയുമ്പം ടാക്സി വിളിച്ചേച്ചും എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേച്ചു പോരാതിരുന്നാ മതിയായി. ഈടെയായി അപ്പച്ചൻ വലിയ തമാശക്കാരനാവുമല്ലേ? ഇടയ്ക്ക് ഐഡിനെയും പഠിപ്പിക്കുന്നുണ്ട് ഈ തമാശ. അതത്ര നല്ലതല്ലെന്നാ എന്റെ അഭിപ്രായം. അതെ അതെ, അവൻ ഇപ്പോഴേ തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങി. ഇപ്പൊ അവൻ പറയണത് സെമിനാരി ചേരണമെന്നാ. അപ്പച്ചനാണോ ഇതിന്റെ പിന്നിൽ നിന്നൊരു സംശയം എനിക്കില്ലാതില്ല. എന്റെ ഡേവിഡേ, നീ ഇത് ഏത് കാലത്താ?
എടാ, ഇപ്പോഴത്തെ പിള്ളേരെ തീരുമാനം എടുക്കാനൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്നവരാ. പിന്നെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതുങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാടോ ഉള്ളത്? ഞാനതേ ചെയ്തുള്ളൂ. ദാ അപ്പച്ച, ഏയ്, നീ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. എനിക്കറിയാൻ മേലെ എടുത്തു കഴിക്കാൻ. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി വേണം, അത്രയേ ഉള്ളൂ. അധികമായാൽ അമൃത് മാത്രമല്ല, ഈ പറഞ്ഞ സാധനമൊക്കെ വിഷമാ. അതെ, അമൃത്. ഇത് ജർമ്മൻ വൈനാണ്. വൈൻ. അവർണ്ണനീയം നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം. നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. ഐഡിൻ ഇത്ര നന്നായി പാടുമായിരുന്നോ? ആ, നിങ്ങളിപ്പോഴാണോ അതറിയുന്നേ? നമ്മുടെ ഇടവകയില് എന്റെ മോനല്ലാതെ ഇത്ര നന്നായി പാടുന്നത് വേറെ ആരാ? ആ, മോന് കൊടുക്കു സൂസൻ. വേണ്ട ആൻറ്റി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ആ, ജെസിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞോ ആൻറ്റി? അവള് ഗൈനക്കോളജിസ്റ്റ് ആവാൻ പോവാ. അവക്കതാ ഇഷ്ടം. ഞങ്ങൾക്ക് എഞ്ചിനീയർ ആക്കാനായിരുന്നു ഇഷ്ടം. പിള്ളേരുടെ ആഗ്രഹം നടക്കട്ടെന്ന് കരുതി. ഇവനെയും ആ റൂട്ടിലേക്ക് വിടാനാ ഉദ്ദേശിക്കുന്നേ. എന്നിട്ട് അവിടെ തന്നെ സെറ്റിലാക്കാൻ. ഇല്ലാട്ടോ അങ്കിൾ, ഇവിടം വിട്ട് തൽക്കാലം എങ്ങും പോകാൻ ഞാനില്ല. എനിക്ക് സെമിനാരിയിൽ പോണം, അവിടെയും പഠിക്കാലോ. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ആകെ ഒന്നേ ഉള്ളൂ, അതെന്ന് ഞങ്ങളുടെ കൂടെ തന്നെ വേണം. ഞങ്ങൾക്ക് പിന്നെ വേറെ ആരാ ഉള്ളത്? അവൻ തിരിച്ചറിവില്ലാതെ ചിന്തിക്കാതെ ഓരോന്ന് പറയുന്നതല്ലേ. അവനെ നമ്മൾ ഉടനെ തന്നെ ജർമ്മനിയിലേക്ക് എത്തിക്കും. ദേ, ആൻസിയും ഏലിയാസും അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടാ വന്നിരിക്കുന്നേ. എനിക്ക് എങ്ങും പോണ്ട. തിരിച്ചറിവില്ലാത്തത് നിങ്ങൾക്കാ. എപ്പോഴും മൂഡ് സിംഗാ, അത് മാറ്റാനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ. ദൈവത്തെ മറന്ന് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. കേട്ടോ സൂസൻ, ഞങ്ങളും സെമിനാരിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിന്റെ അനുഗ്രഹം നിങ്ങൾക്കൊന്നും ഉണ്ടാവും. അപ്പനാ ഇതിനൊക്കെ കാരണം. ഓരോന്നും പറഞ്ഞ് ചെറുക്കനെ പിരികയറ്റി. ഇനിയിപ്പോ പഠിക്കാൻ വേണ്ടല്ലോ. മമ്മിയുടെ വാക്ക് കേട്ടാത്തൊന്നും ഞാൻ മോശപ്പെട്ട എന്തോന്നിന് പോവുകയാണെന്ന്. ക്രൈസ്തവരെവിടെയുണ്ടോ അവിടെയൊക്കെ കാരുണ്യഭവനം, പള്ളി, സ്കൂള്, ഓർഫണേജ് ഇതെല്ലാം ഉണ്ടാവും. എവിടെയായാലും എനിക്ക് തുടർന്ന് പഠിക്കാനും കഴിയുമല്ലോ. എടാ, അതല്ല, നമ്മുടെ തലമുറ അന്യം നിന്ന് പോവത്തില്ലേ? എടാ മോനെ, എടാ, എന്റെ സ്വപ്നാ പോണത്. അതിനിപ്പോ അവൻ തിരിച്ചു വരത്തില്ലേ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആ, ചമ്മലൊന്നും വേണ്ട, അങ്ങ് ഈച്ചിക്കോ. ദേ ടീച്ചർ ചെയ്യുന്നുണ്ടോ? ഇതിന് പ്രായമൊന്നുമില്ലെന്നേ. ടോമിച്ചാ, വേണ്ട വേണ്ട. ആ ഡാൻസ് ഡ്രസ് എല്ലാം ഒരേപോലത്തെ തന്നെ വേണം. അതൊക്കെ അങ്ങനെ തന്നെ, എല്ലാം ഒരേപോലെ. ഫാദർ ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ, ഇപ്പൊ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കമ്മിറ്റി കൂടിയപ്പോ കണ്ടതാ ഡേവിഡിനെ. ഏലിയാസും ആൻസിയും വന്നതിന് ശേഷം പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. തിരക്കിലായിപ്പോയി അച്ചോ. ഈ ബിസിനസിന്റെ ഓരോ ടെൻഷനിലായിപ്പോയി. സ്പൈസസിനൊക്കെ ഇപ്പൊ വില ഇടിഞ്ഞിരിക്കല്ലേ. ഐഡിൻ വിശേഷങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. ആ, അച്ഛൻ അവനെ ഒന്ന് ഉപദേശിക്കണം. എന്നാത്തിനാ ഡേവിഡ്? അവന്റെ പോക്കും റൂട്ടും ഒക്കെ കറക്റ്റാണല്ലോ. സൂസനാണെങ്കിൽ ഭയങ്കര വിഷമത്തില. ആകെ ഒന്നല്ലേ ഉള്ളൂ. അവൻ ഇങ്ങനെയൊക്കെ ആയാൽ എന്തു പറ്റി? അവന് ഫാദറിന്റെ പാത പിന്തുടരണമെന്നാ പറയുന്നേ. നല്ല കാര്യമാണ്, എന്നാലും അവക്കൊരു വിഷമം. ഞങ്ങൾ പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല. അവന്റെ വഴി വേറെയാ. സത്യത്തിലിപ്പോ ഞാൻ ആരെ ഉപദേശിക്കേണ്ടത്? അവൻ നല്ല വഴിയിലൂടെയാണ് ഡേവിഡെ പോകുന്നത്. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൂടി അവന്റെ ഇഷ്ടം നടത്തി കൊടുക്കല്ലേ വേണ്ടത്. ഒന്നുമല്ലെങ്കിലും നമ്മളൊക്കെ വിശ്വാസികളല്ലേ ഡേവിഡെ? വിശ്വാസികളൊക്കെ തന്നെ, എന്നാലും വിശ്വാസമെന്നൊക്കെ പറയുന്നത് പ്രകൃത്യാതീത ധ്യാനമല്ലേ ഡേവിഡെ? ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിക്കണം വിശ്വാസത്തിനു വേണ്ടി. ഡേവിഡെ, സമാധാനായിട്ട് പോയിട്ട് വാ. ഐഡിൻ, അവൻ കർത്താവിന്റെ മാർഗത്തിലൂടെ നന്മയുള്ള പുത്രനായി വളരും. അത് കണ്ട് നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റും. അല്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നല്ലേ അച്ഛാ? ആ, അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇതെന്നെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പുരോഹിതനാവാന്ന് പറഞ്ഞാ അതിനൊരു ദൈവകൃപയൊക്കെ വേണം.
ഐഡിന് അതൊക്കെയുണ്ട്. കൊച്ചിലേ തൊട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ അങ്ങനെ തന്നെ ആവുന്ന്. സമയം കളയണ്ട, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के, धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के. शर्मा गई तो आगोश में लो, हो सांसों से उलझी रहे मेरी सांसें. बोलना हल्के हल्के, बोलना हल्के हल्के, होंठ से हल्के हल्के, बोलना हल्के. बोलना हल्के हल्के, बोलना हल्के हल्के, होंठ से हल्के हल्के, बोलना हल्के. तनक तन तनन्नन्नन्ना, तनक तन तन्ना, तनक तन तनन्नन्नन्ना, तनक तन तन्ना. കൊലുസു തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ, കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് കുടുങ്ങി കൂടി കളിയാടാമോ. ഡമാക്ക് 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 ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം, ഡമക്ക് 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 ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം ഡമ ഡൂം ഡൂം. എന്നാ വേദന മാറാനുള്ള മരുന്നാണോ ഇത്? ഇതൊന്നും അപ്പന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ശരിയാടാ, ഇതെനിക്ക് മനസ്സിലാവുകയല്ല. പണ്ടേ നീയാണ് ഐഡിന്റെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. കുരിശ് വരയ്ക്കണം നേരായി പോയി. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. കൈയിരിക്കുന്ന ആ കള്ളും കുപ്പിയും കൊണ്ട് വരച്ചാലും മതി കുരിശ്, എല്ലാം ശരിയാവും. മോനെ, പപ്പയ്ക്ക് എങ്ങനെയുണ്ടടാ? ഒന്നും പറയാറായിട്ടില്ല. എന്തൊരു പരീക്ഷണമാണ് കർത്താവേ ഇത്. ആൽക്കഹോളിന്റെ ഓവർ യൂസ് കാരണം ലിവറിനെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോ ഫാദറും വല്യപ്പച്ചനും ഹോസ്പിറ്റലിലുണ്ട്. ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന ഈശോയെ? അതെ, ഇപ്പൊ വിളിച്ച പോലെ ദൈവത്തെ വിളിക്കും മമ്മി. മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മതി മറന്നുപോയി മോനെ മമ്മി. എല്ലാവരെയും മറന്ന് ജീവിച്ചു പോയി, കർത്താവിനെ പോലും. സാരമില്ല മമ്മി, പള്ളിയിൽ പോയി അൾത്താരയ്ക്ക് മുന്നിൽ നിന്ന് എല്ലാം പറഞ്ഞൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക്. പശ്ചാത്തപിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട്. കരുണ തോന്നാൻ വേണ്ടി മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കും മമ്മി. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകി
കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ. എന്റെ കർത്താവേ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് എന്റെ മകന്റെ ഇഷ്ടം ഞാൻ സമർപ്പിക്കുന്നു. എന്റെ തെറ്റുകൾ മനസ്സിലാക്കി തന്ന പിതാവേ, അങ്ങേക്ക് നന്ദി. മോനെ, അങ്ങനെ ദൈവഹിതം നടപ്പിലായി. ആ അതെ അച്ചു, പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ കർത്താവ് രക്ഷിച്ചു. ദൈവഭയത്താൽ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ ദൈവത്താൽ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാൽ മതി ഡേവിഡേ. തെറ്റുകൾ തിരുത്താൻ നമുക്ക് തരുന്നൊരു അവസരമാണ് ഈ പരീക്ഷണം. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഞാൻ എന്തൊക്കെയോ കണ്ട് അഹങ്കരിച്ചു. എന്നാൽ എൻ്റെ മകനിലൂടെ കർത്താവ് അത് മനസ്സിലാക്കി തന്നു. ഇനി മുതൽ എൻ്റെ ഐഡിനെ അച്ഛൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം നിറവേറട്ടെ കർത്താവേ. ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ഞാൻ എവിടെയായിരുന്നാലും പിതാവിൻ്റെ കൂടെയല്ലേ? ആ കരങ്ങളിലാണ് നമ്മളെല്ലാവരും. ആ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചാൽ സമാധാനം കൂടെ ഉണ്ടാകും. എന്നും സ്നേഹദീപമായി. മമ്മി, വിപിനച്ചൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഒരുപാട് ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് ദൈവവിളി. ലോകത്തിൽ കർത്താവിന്റെ സുവിശേഷവും വരും തലമുറയ്ക്ക് വിശ്വാസവും പകർന്നു കൊടുക്കുവാൻ ദൈവം ഒരുക്കി വെക്കുന്നതാണ് ഓരോ ദൈവവിളിയും. ദൈവവിളി വളർത്തുകയും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്വമാണ്. നമുക്കും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ ഇടവകയിലും കുടുംബത്തിലും ദൈവവിളി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും നമ്മളിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ വരദാനത്താലാണ്. അവിടുത്തെ അനുഗ്രഹത്താൽ നമുക്കെന്നും പരസ്പരം ബഹുമാനത്തോടെയും സത്യസന്ധതയോടെയും സ്നേഹദീപമായി അണയാതെ മുന്നോട്ടു പോകാം. ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി. സ്നേഹദീപം നാടകം ഇവിടെ സമാപിക്കുന്നു. നാടകരചന സംവിധാനം ജിജോ ജോസഫ്. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ഐഡിൻ മെൽവിൻ ജിജോ, സൂസൻ മഞ്ജു അനിൽ, ഡേവിഡ് ജിജോ ജോസഫ്, ഏലിയാസ് ജിമ്മി സ്കറിയ, ആൻസി സിബി ഹണി, വല്യപ്പച്ചൻ പ്രിൻസ് സെബാസ്റ്റ്യൻ, ഫാദർ ബോബിൻ തോമസ്, പള്ളിക്കമ്മിറ്റി അംഗം റിച്ചി ജോൺ, കാറ്റക്കിസം ടീച്ചർ റൈസി പൗലോസ്, കൂട്ടുകാർ റിറ്റിക ജിജോ, ലിയോൺ ജോസ്, എയ്ഡൻ ഹണി, ആൻഡ്രിയ ഷിനോജ്, ജൊവാന തെരേസ നോയൽ, ആൽവിൻ കണിച്ചായി, ഡോണൽ ജോബിൻസ്. കൊറിയോഗ്രാഫി ബൈനി അനീഷ്, കവിത മാർട്ടിൻ, ഡിയോണ ദിബു, എൽവീന ദിബു, ജുവൽ മേരി അബ്രഹാം. സ്നേഹദീപം.